ഫ്രണ്ട്സ്, എപ്പോഴെങ്കിലും വളരെ അപൂർവമായിട്ട് ഞാൻ എൻ്റെ പുരയിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ചിക്കൻ വറുത്തരച്ച കറിയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ കണ്ടോളി. ഒരു ചട്ടിയിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇടുക. അതിലേക്ക് സവാള അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, പിന്നെ ഈ ഒരു മല്ലിച്ചപ്പ് ഒരു കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, വീട്ടിലുണ്ടാകുന്നതാണ്, അത് ഇടുക. കുറച്ച് ഉലുവ, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുക, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ഒന്നും അല്ല കേട്ടോ, സാധാ മുളക് പൊടിയാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇടുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കുറച്ചധികം വെള്ളം ഒഴിക്കണേ അത് വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ലോണം കൈകൊണ്ട് തിരുമിയിട്ട് അടുപ്പത്ത് വെക്കുക വേവിക്കാൻ. ഇനി കറിക്ക് ആവശ്യമുള്ള തേങ്ങ ചിരകിയെടുക്കുക. ഒരു മുറി തേങ്ങയാണ് അവിടെ എടുത്തത്. അതിലേക്ക് ചെറിയുള്ളി കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുക. കുറച്ച് വെളുത്തുള്ളിയും കുറച്ചധികം കറിവേപ്പിലയും, വലിയ ജീരകം 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് തേങ്ങ, ചെറിയുള്ളി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് ചെറിയ തീയിൽ ഇതുപോലെ വറുത്തെടുക്കണം. ഇത് കുറേ സമയം എടുക്കും ഇത് വറുക്കാൻ. തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് ആവാൻ വേണ്ടി ചെയ്യരുത്. അപ്പോൾ ഇത് നല്ലപോലെ വറുത്തെടുക്കാൻ പറ്റൂല. അപ്പോൾ അത് വറുത്ത് കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചൂടാറിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മളെ കറി ഇവിടെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ അരച്ച തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് കറീൻ്റെ പാകമാവുന്നത് വരെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡിയായി. ഇനി നമ്മളെ കറി ഒന്ന് നമുക്ക് വറവിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയുള്ളി കനം കുറച്ചരിഞ്ഞത് എണ്ണയിലിട്ട് നല്ലോണം ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റിയിട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി അതിലിട്ടിട്ട് അത് നേരെ നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മളെ ചിക്കൻ വറുത്തരച്ച കറി ഇവിടെ റെഡിയായി. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉണ്ടാക്കാത്തവരുണ്ടാവും. ഇനി ഇതുപോലെയല്ല വേറെ രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എന്നാൽ ശരി.